மனத்தான் உருக்காத மனசத்தான் அலசாத என் சத்த கிழிஞ்சு வெளிய பறக்கும் இதயம் இருக்காத கனவெல்லாம் சிரிக்காத என விட்டு விலகாத தறி கெட்ட மனசு ஒன்ன தேடி அலையோ அடியே. നേരെ നോക്കി നടക്കന്റെ പെണ്ണെ. ഞാൻ മോളുടെ ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. ആണോ? എന്നാ ഞാനൂടെ ഹെൽപ്പ് ചെയ്യാം. ചായ, ഞാൻ ഇനിയും കമ്പനിയിലോട്ട് വരട്ടെ. എനിക്ക് വീട്ടിൽ ഇരുന്ന് മടുത്തു. കുഞ്ഞിന്റെ അടുത്ത് സീത ചേച്ചി ഉണ്ടല്ലോ. തന്റെ ഇഷ്ടം. ഇയർ എൻഡിങ് ആയതുകൊണ്ട് വർക്ക്സ് എല്ലാം വേഗം ചെയ്ത് തീർക്കണം. അതുകൊണ്ട് നല്ല ബിസി ആയിരിക്കും ഇനി മുതൽ. അതാ ഞാൻ പറഞ്ഞേ ഞാനും കൂടെ ഓഫീസിൽ വരാന്ന്. ജിയ, എന്താ ചായ? ഇന്ന് നിനക്ക് സൗന്ദര്യം കുറച്ച് കൂടിയിട്ടുണ്ടെന്നൊരു സംശയം. ആണോ? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അതോ, അത് ഒരു കാര്യമുണ്ട്. റൂമിൽ വാ, പറയാം. തൽക്കാലം എന്റെ ചായ പറയണ്ട കേട്ടോ. അതെന്നാ, നീ കേട്ടേ പറ്റൂ. വാടി പെണ്ണയുടെ. ഇച്ചായ വീട് വിടാനോ? വിടാനല്ലല്ലോ പെണ്ണെ നിന്നെ ഞാൻ കെട്ടിയത്. ഇന്ന് എന്റെ ഇച്ചായന്റെ ഉദ്ദേശം ഒന്നും നടക്കൂല മോനെ. അതെന്നാ? എനിക്ക് പീരീഡ്സാ. അതുകൊണ്ട് സോ സോറി മൈ ഹബി. തൽക്കാലം ആ തലയാണ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോ. ലവ് യു ചായ. ഗുഡ് നൈറ്റ്. അച്ചോടാ, എന്റെ മോൾ ഉറങ്ങിയില്ലേ? മോൾക്കും പപ്പയെ പോലെ ഉറക്കൊന്നും വരുന്നില്ലേ? എന്റെ മോളെ ഇങ്ങ് കൊണ്ടുപോവാ. ഓഹോ, മോളെ കുഞ്ഞിപ്പെണ്ണെ, പപ്പയുടെ വാവാച്ചിയെ. ഇന്ന് നമുക്ക് അമ്മയോട് കൂട്ടുകൂടണ്ട. അമ്മ പപ്പയ്ക്കൊന്നും താരൂല്ലാന്ന്. കുഞ്ഞിനോടാണോ ഇച്ചായ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ എന്റെ വിഷമം പിന്നെ ആരോടാ പറയണ്ടേ? നീ ഒന്ന് പോയേ. കുഞ്ഞിനെ ഇതാ, അവളെ ഉറക്കട്ടെ. ഇച്ചായം പോയി കിടന്നുറങ്ങ്. വേണ്ട, ഇന്നെന്റെ മോളെ ഞാൻ ഉറക്കിക്കോളാം. അവളെ എടുത്തോണ്ട് നടന്നാലൊന്നും ഉറങ്ങൂല. പാല് കുടിച്ചാലേ ഉറങ്ങും. ഉണ്ടോ കൊടുക്കാൻ? ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയാം. ഓപ്പണായി പറഞ്ഞ ശരിയാകില്ല. ഒന്നാമത് നല്ല ഓപ്പണാ. ഈ മനുഷ്യൻ ഇങ്ങ് കൊണ്ടുപോവാ കുഞ്ഞിനെ. വാ മോളെ വാ. ഇന്നപ്പോ ഒന്നും കിട്ടൂലല്ലേ? ഇല്ല. ലവ് യു ജിയ. ലവ് യു ചായ. താൻ റെഡിയായോ ജിയ? ഹായ് ചായ, വാ ഇറങ്ങ. മോളെ, പപ്പ പോയിട്ട് വരാമേ. വാവേ, വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കണേ. സീത ചേച്ചി ഉച്ചയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് വരണേ. ഓക്കെ? ശരി മാഡം. ഗുഡ് മോർണിംഗ്. ആഹാ, ഇന്ന് രണ്ടുപേരും കൂടെ ആണല്ലോ. അതെ അർജുനേട്ടാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. ജിയക്ക് വീട്ടിലിരുന്ന് മടുത്തു. അതെന്തായാലും നന്നായി. മോളെവിടെ? മോളെ സീത നോക്കും, പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുവരും. ജിയക്ക് ടെൻഷനായിരിക്കുമല്ലോ കുഞ്ഞിനെ ഓർത്ത്. നല്ല കാര്യായി. ഇപ്പൊ തന്നെ ഒരു 100 വട്ടം വിളിച്ചു സീതയെ. ചുമ്മാതാ അർജുനേട്ടാ, കുഞ്ഞിനെ ഓർത്ത് ടെൻഷനുണ്ട്. ബട്ട് സീത ചേച്ചിയുടെ അടുത്തായതുകൊണ്ട് ഒരു സമാധാനം. പിന്നെ എല്ലാ ദിവസവും കുഞ്ഞിനെ ഉച്ചയ്ക്ക് കൊണ്ടുവരുമല്ലോ. ഓക്കെ, നിങ്ങളുടെ ജോലി നടക്കട്ടെ. എക്സ്ക്യൂസ് മീ സർ. യെസ്. മേ ഐ കം ഇൻ സർ? യെസ്. സർ, ഞാൻ റേച്ചൽ. ഓ, ന്യൂ അപ്പോയിന്റ്മെന്റ്. അർജുൻ പറഞ്ഞായിരുന്നു. സെറ്റ്. താങ്ക്സ് സർ. പിന്നെ എങ്ങനെ പോകുന്നു തന്റെ ഡ്യൂട്ടീസ് ഒക്കെ? എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ? ഓക്കെ സർ. ഹലോ ജിയ, താനൊന്നിങ്ങി വന്നേ. എന്താ സർ വിളിപ്പിച്ചേ? ജിയ, ദിസ് ഇസ് റേച്ചൽ. ന്യൂ അപ്പോയിന്റ്മെന്റ് ആണ്. താൻ ചെയ്യാനുള്ള വർക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ സർ. റേച്ചൽ, താൻ പൊക്കോ. ഓക്കെ സർ. ഞാനും കൂടെ ചെല്ലട്ടെ? അല്ല,
നീ എവിടെ പോവാ? നിക്കെവിടെ? അയ്യോ ഇച്ചായ, ഓ, അപ്പൊ ഇച്ചാന്ന് വിളിക്കാൻ അറിയാം. പിന്നെ എന്തിനാടി നീ എന്നെ സാറെന്ന് വിളിച്ചേ? അല്ല, ആ റേച്ചലിന്റെ മുന്നിൽ കുറച്ച് വില ഇരിക്കട്ടെ എന്ന് കരുതിയ. ഓഹോ, അല്ലെങ്കിൽ അവൾ എന്നെ വില വെക്കില്ലേ? എന്നല്ല, ഇനി മേലെ സാറെന്ന് എന്നെ വിളിച്ചാല കൊന്നു കളയും ഞാൻ. അയ്യോ ഇല്ലേ, തൽക്കാലം എന്നെ ഒന്ന് വീട്. ആ റേച്ചലിന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ആ കുട്ടിക്ക് പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ എനിക്ക് തരാനുള്ളതാ. അയ്യടാ, എന്തായിടാന്ന് താടി. ഓ ഈ ചായ, ഇനി വാ. ഓ, എന്തോ ആടി ഇത്, കാടിച്ച് പറിച്ചല്ലോ. ആ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ശരി ശരി, ചെല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ മാഡം. ഓക്കെ റേച്ചൽ, ഇപ്പോൾ ലഞ്ച് ടൈം, താൻ ബ്രേക്ക് എടുത്തോളൂ. അവിടെ ഗൗരിയും രാഹുലും ഒക്കെ ഉണ്ട്. ഓക്കെ മാഡം. ആ മാഡം, മാഡം സാറിൻ്റെ വൈഫാണല്ലേ? രണ്ടാളും നല്ല ചേർച്ചയാ, ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ തന്നെ. താൻ ചെല്ലേ. ഇച്ചായ, ഫുഡ് എടുത്തു വെക്കട്ടെ? ഒരു 5 മിനിറ്റ് ചെയ്യാ. അതെ, ഇന്നാ റീച്ചിൽ പറയുവാ നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന്. ഓഹോ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഈ കാണുന്നതേ ഉള്ളൂ, ശരിക്കും അങ്ങനൊന്നുമില്ല, ഇച്ചാനൊരു കടുവയാണെന്ന്. എന്താ പറഞ്ഞ? അയ്യോ അയ്യോ, അത് പിന്നെ എന്താ എന്റെ മോള് പറഞ്ഞ്? കടുവയാണെന്നോ? അത് പിന്നെ ഞാൻ തമാശക്ക്. കടുവ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാമോ? കടിക്കും, മാന്തും, പിന്നെ ഒന്ന് തിന്നും. എന്താ? ഇപ്പൊ ഞാൻ നിന്നെ അതൊന്നും ചെയ്യുന്നില്ല. രാത്രി ഇഷ്ടം പോലെ ടൈം ഉണ്ടല്ലോ അല്ലേ? എക്സ്ക്യൂസ് മീ സർ. ജിയ, സീത വന്നു. മോളെ, വാവേ. ഓ, സീത എന്ന പൊക്കോ. വാവ കുട്ടി വാ, പപ്പട വാവാച്ചി ഉമ്മ. ഇച്ചായ ഫുഡ് കഴിക്കണ്ടേ? മോളെ ഇതാ. താനും ഇരിക്കേ. ഏയ്, ഇച്ചായം കഴിക്ക്. ഞാനിപ്പോ വരുന്ന എന്നെ കൊണ്ട് ഇവിടെ കഴിപ്പിക്കില്ല. ഞങ്ങൾ പപ്പ കഴിക്കുന്നത് നോക്കിയിരുന്നോളാം, അല്ലേ വാവേ? എക്സ്ക്യൂസ് മീ സർ, ഞാൻ പറയുന്നത് ശരിയാണോന്നറിയില്ല. കുഞ്ഞിനെങ്ങിതാ, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്ക്. അയ്യോ, അതൊന്നും വേണ്ട റീച്ചൽ. മാഡം, കുഞ്ഞുങ്ങൾ എനിക്കൊരു വീക്ക്നെസ്സാ. അതാ ബേബിയെ കണ്ടപ്പോൾ എനിക്കൊന്ന് എടുക്കണമെന്ന് തോന്നി. ആ ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാനും പറ്റുമല്ലോ എന്നോർത്തപ്പോൾ. സോറി മാഡം, ഇഷ്ടമല്ലേ? വേണ്ട. ഏയ് അങ്ങനല്ല, ഇതാ കുഞ്ഞ്. വാ വാ ബേബി. എന്താ നല്ല ക്യാരക്ടർ ആ കുട്ടിയുടെ, എനിക്കങ്ങ് ഇഷ്ടായി. താൻ കഴിക്കേ. ഹായ് ബേബി, സുന്ദരി വാവേ. പപ്പയും മമ്മിയും പോലെ സുന്ദരിയാണല്ലോ. പപ്പയുടെ കണ്ണാണല്ലോ മോൾക്ക്. പപ്പയെ പോലെ തന്നെയുണ്ടല്ലോ വാവുകുട്ടി. ദേ നോക്കിയേ, ബട്ടർഫ്ലൈ. കുഞ്ഞുറങ്ങി. ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ, താൻ കുഞ്ഞിനെ കടുത്ത്. யாரோ இவன் யாரோ இவன் என் பூக்களின் வேரோ இவன் என் பெண்மையை வென்றான் இவன் அன்பான. നല്ല റോസ് ഫ്ലവർ ഉണ്ട് വേണം. ഇന്ന് രാവിലെ പറഞ്ഞില്ലേ ഞാൻ കടുവയാണെന്ന്? അതെപ്പോഴും ഓർത്തിരിക്കുവാണോ? മാറുന്നില്ല എന്റെ ചായൻ. എന്തിനാ മറക്കുന്നേ? ഇന്ന് നിന്നെ ഞാൻ കൊന്നു തിന്നാൻ പോവാം. ശരിക്കും? എന്താ സംശയമുണ്ടോ? സംശയമൊന്നുമില്ല, എന്നും കൊല്ലുന്നതല്ലേ. ഇന്നെന്തേലും പ്രത്യേകതയുണ്ടോ? എന്ത് പ്രത്യേകതയാ വേണ്ടേ? നീ പറഞ്ഞു, അതുപോലെ ചെയ്യാം.
അല്ലേലും ഈ സമയത്ത് എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛൻ കേൾക്കും എനിക്കറിയാം.